ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ബട്ടർ ചില്ലി, ഗീ ചില്ലി എന്നൊക്കെ പറയുന്ന ഒരു തരം മുളകാണ്. നല്ല എരിവുള്ള മുളകാണ്. ഇത് എൻ്റെ കയ്യിലെത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ അവിടെ കുറേ ഇതിങ്ങനെ ചെറിയ ചെറിയ നെറ്റിലാക്കിയിട്ട് വിൽക്കണ്. അപ്പം ഞാൻ കുറേ നാളായി ഈ നെയ്മുളക് അന്വേഷിച്ച് നടക്കണ്. നമ്മുടെ ഇവിടെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കണ്ട വഴിക്ക് ഞാൻ പിന്നെ അതൊരു കിറ്റ് വാങ്ങിയിട്ട് പോന്നു. ഒരേ നെറ്റിൽ കെട്ടിയിട്ടാണ് വിൽക്കണത്. ഇത് 50 രൂപ 100 രൂപ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു നെറ്റിൽ കെട്ടിയ ഒരു ഇത് വാങ്ങിയിട്ട് പോന്നു. പിന്നെ അതിൽ പഴുത്ത മുളകൊക്കെ എടുത്തിട്ട് പാവി ഉണ്ടാക്കിയെടുത്തതാണ് ഇത്. ഭയങ്കര എരിവാണ് കേട്ടോ ഈ മുളകിന്. ഒരു മുളക് ഇട്ടാൽ മതി നമ്മൾ മീൻ കറിയിലൊക്കെ. ഭയങ്കര ടേസ്റ്റുമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് മീൻ കറിയിൽ ഇട്ട് കഴിയുമ്പോൾ. ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലതായിട്ട് തോന്നും. ചിലവർക്ക് ചിലപ്പോൾ ആ ഒരു കുത്ത് ഇഷ്ടപ്പെടില്ല മീനിലിടുമ്പോൾ. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കാരണം ഞാൻ എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ ഇത് ഒരു മുളക് പൊട്ടിച്ച് കീറി മീൻ കറിയിലിടും. എരിവും കിട്ടും, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് ആ ഒരു സ്മെല്ല്, ഇതിന് നെയ്യിൻ്റെ സ്മെല്ല്, ബട്ടർ ചില്ലി എന്ന് പറയുന്നത് ആ ഒരു മണം വരുന്നത് കൊണ്ടാണ്. അത് വരുന്നത് ഇതിൻ്റെ കുരുണ് കേട്ടോ ആ സ്മെല്ല് കിട്ടുന്നത് നമുക്ക്. ഇപ്പോൾ കുരു മാറ്റി വെച്ച് നമ്മൾ വെറുതെ മുളക് കറിയിലിട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ല് കറിക്ക് കിട്ടില്ല. കുരുവോട് കൂടി കീറി ഇട്ട് കഴിഞ്ഞാൽ ആ മണം നമുക്ക് നമ്മുടെ മീൻ കറിയിലൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ 2 തൈയായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കോഴിക്കാട്ട ഇട്ട് കൊടുക്കും. നന്നായി മണ്ണിളക്കിയിട്ട് കോഴിക്കാട്ട ഇട്ട് കൊടുക്കും. പിന്നെ ഈ കൂമ്പ് കുരുടിച്ച് ഇല ചുരുണ്ടൊക്കെ പോണേന് പുളിച്ച കഞ്ഞള്ളം ഇലയമ്മ കൂടെ ഇങ്ങനെ ഒഴിക്കും. കടയിലും ഈ മുളക് ചെടിയുടെ കടയിലും ഇലയമേലൊക്കെ കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആ കുരുടിപ്പും ഇതൊക്കെ മാറിക്കിട്ടും. ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം എല്ലാതും മാറും. മുളക് ചെടികൾ നമ്മൾ നടുമ്പോഴേ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമുക്ക് നടാനായിട്ട്. എന്നാൽ ഇതുപോലെ നന്നായിട്ട് മുളക് പിടിക്കുള്ളൂ. അതേപോലെ തന്നെ മഴ സമയത്ത് വേണം നമ്മൾ കോഴിക്കാട്ട ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായി അടിയിലെ മണ്ണൊക്കെ ഇളക്കി കോഴിക്കാട്ട ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ കുറേ മുളക് വന്നിട്ടുള്ളത് കേട്ടോ. വേറെ ഒരു വളവും ഞാൻ ചെയ്യാറില്ല. മുളക് തൈകൾക്കൊക്കെ കോഴിക്കാട്ടം തന്നെ ഇട്ട് കൊടുക്കാറ്. കണ്ട നിറയെ മുളകാണ്. നല്ല വെയിൽ വേണം ഈ മുളകിന്. അപ്പോൾ ഞാനിത് കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഇവിടെയൊന്നും നഴ്സറിയിൽ കിട്ടിയില്ല. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഈ ബട്ടർ ചില്ലി കിട്ടിയത്. ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിക്കഴിഞ്ഞു. മുളക് ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ശത്രു എന്ന് പറയുന്നത് ചെറിയ ചെറിയ മൺറങ്ങ പോലെ ഇതിൽ വന്ന് ചെറിയ ചെറിയ പ്രാണികൾ വന്ന് ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ നീരൂറ്റി കുടിച്ച് ആകെ നശിപ്പിക്കും, ഇതിനെ ഉണക്കും. അതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അപ്പോൾ അതിന് നമ്മൾ ഈ വേപ്പെണ്ണയും പിന്നെ നമ്മൾ പാത്രം തേക്കുന്ന സോപ്പിൻ്റെ ഇതില്ല ലിക്വിഡ്, അതും എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് കേട്ടോ. അത് അപ്പോൾ ആ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കൊഴിഞ്ഞു പോയി നല്ലതായി വരും മുളകും തൈ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുളിച്ച കഞ്ഞെള്ളം സ്ഥിരമായി ഒഴിച്ച് കൊടുക്കുന്ന വെച്ചാൽ വേറെ ഒരു അസുഖങ്ങളൊന്നും മുളകും തൈക്ക് വരില്ല, വെയിലും ഉണ്ടെങ്കിൽ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മുളകും തൈ കുറേയൊക്കെ നമുക്ക് നല്ല ഇതിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ടെറസിൻ്റെ മേലെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നേരിട്ടുള്ള സൂര്യപ്രകാശമുള്ള തട്ടണ്. അപ്പോൾ അധികം അങ്ങോട്ട് കീടശല്യങ്ങളൊന്നും വരാണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ മുളക്. ഇപ്പോൾ ഈ ഒരു 2 തൈയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുളകാണ് കേട്ടോ എനിക്കിത്. കുറേ മുളക് ഇപ്പം ഞാൻ പൊട്ടിച്ചെടുത്തു. ഒക്കെ പൊട്ടിക്കാണ്ട് നിർത്തിയിട്ടേ എല്ലാതും പഴുത്ത് ഒരുവിധമായി. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മേലേക്ക് ഞാൻ കയറി വന്നതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ഉപകരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതാണ് നെയ്മുളക്. കണ്ട മുളകിൻ്റെ വലിപ്പം നോക്കിയേ, എത്ര വലിയ മുളകാണെന്ന് നോക്കിയേ. ഒരു മുളക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല എരിവ് കിട്ടും നമ്മുടെ കറിക്കൊക്കെ.
കട കണ്ട ഇതിൻ്റെ ഇപ്പം മഴ പെയ്തപ്പോൾ നന്നായി തറഞ്ഞ് കെടുക്കണ്. ഇനി അതൊന്ന് കുത്തി ഇളക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വളം ചെയ്യണമെങ്കിൽ. മഴയില്ലാത്തപ്പോൾ നമുക്ക് കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചൂടണേ. അപ്പം നന്നായി നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുളകും തൈയൊക്കെ ഉണങ്ങിപ്പോവും. മഴ സമയത്ത് ഇടുന്നതാണ് നല്ലത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു സ്പൂണ് യൂറിയ ഇട്ട് കൊടുക്കും ഇതിന്, അതും നല്ലതാണ്. യൂറിയ ഇട്ട് കൊടുക്കുന്നത് കുറേ മുളക് നമുക്ക് പിടിക്കും നമ്മുടെ മുളക് ചെടിയിൽ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. കുറച്ച് ദിവസമായി ഞാൻ മുളക് പൊട്ടിച്ചിട്ട്, അപ്പം ഞാൻ പഴുത്ത മുളകൊക്കെ പൊട്ടിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. കണ്ട കുറേ മുളക് കിട്ടി, പഴുത്ത മുളക്. അപ്പോൾ കുറേ പേര് എന്നോട് ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം എന്ന് വെച്ചിട്ട് പഴുത്ത മുളകൊക്കെ പൊട്ടിച്ച് വെച്ചത് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അവരുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തൈകൾ കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടി നമ്മൾക്ക് അറിയുന്നവർക്കൊക്കെ വിത്തുകൾ കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.